അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചാട്ടിന്റെ ഡയഗ്രാം കണ്ടപ്പോ അതിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കണ്ടപ്പോ ഇതിനകത്ത് സർക്കിൾ, ഒരു ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കിളായി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സർക്കിളിനെ കണ്ട 4 ഡിവിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അതിനകത്ത് ഏർലിയസ്റ്റ് ടൈം, ഇവന്റ് നമ്പർ, ലേറ്റസ്റ്റ് ടൈം, സ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഈ സെയിം ഡയഗ്രാം നമുക്ക്, അതായത് ഇവന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണ്ടോ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, സിസ്റ്റം സ്റ്റഡി, ടേബിൾ ഡിസൈൻ, സ്ക്രീൻ ഡിസൈൻ, കോഡിങ്, ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പഴയ ഇതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് റിക്വയർമെന്റ് അനാലിസിസ് പിന്നെന്തായിരുന്നു, അതായത് നമ്മുടെ SDLC ഫേസുകൾ എന്തായിരുന്നു വരുന്നത്, റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെന്തായിരുന്നു വരുന്നത്, ഡിസൈൻ ഉണ്ട്, പിന്നെന്തായിരുന്നു കോഡിംഗ് ഉണ്ട്, പിന്നെന്താണ് ടെസ്റ്റിംഗ് ഉണ്ട്, പിന്നെന്തായിരുന്നു വരുന്നത് മെയിൻ്റനൻസ് ഉണ്ട്, ഡിപ്ലോയ്മെന്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഈ സ്ഥാനത്ത് നമുക്ക് അത് ആ ഓർഡറിൽ കൊടുക്കാൻ പറ്റും. അതായത് ആ ഹെഡിങ് കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ, അതായത് നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണോ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ സ്റ്റെപ്പ് അവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ സ്ഥാനത്ത് റിക്വയർമെന്റ് അനാലിസിസ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ കണ്ടോ, അവിടെ 4 ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് കണ്ടോ. സ്റ്റാർട്ട് ഡേറ്റ്, അതായത് എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നും എന്നാണ് അത് എൻഡ് ചെയ്തതെന്നുമാണ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് എല്ലാത്തിന്റെയും കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് 3/3/2023 തൊട്ട് 10/3/2023 വരെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുണ്ട്, ഫീസിബിലിറ്റി സ്റ്റഡി കൊടുത്തിരിക്കുന്നതുണ്ടോ. അപ്പൊ 10/3 പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ തീർന്നു. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ എന്ത് തുടങ്ങി, ഫീസിബിലിറ്റി സ്റ്റഡി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതേമാതിരി ആയിരിക്കും എന്തിന്റെ ഫ്ലോ നമ്മൾ കൊടുക്കുക, നമ്മുടെ ചാർട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ബാക്കി നെറ്റിലൊക്കെ സെർച്ച് ചെയ്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു ഡയഗ്രാം കണ്ടത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഇതെടുത്ത് കാണിച്ചത് കേട്ടോ. അന്നപ്പം നമ്മൾ പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റിലേക്കായിരിക്കും ഇത് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ലേ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഫീസിബിലിറ്റി സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്താണ് സിസ്റ്റം സ്റ്റഡി, അങ്ങനെ ആയിരിക്കും അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് എന്തിനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ചാർട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഈ സെയിം കാര്യത്തിന് അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാൻ ചാർട്ട്, ചാർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് പ്രൊജക്ട് നിങ്ങൾക്ക് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഗ്യാൻ ചാർട്ടിൽ എന്ത് ഫേസുകൾ യൂസ് ചെയ്യുന്നു അത് തന്നെ യൂസ് ചെയ്തിട്ട് വേണം ചാർട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സെയിം ഫേസുകൾ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുണ്ടോ, ഇവിടെ ഗ്യാൻ ചാർട്ടിന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കണ്ടോ, സെയിം തന്നെയാണ്. 3/3/2023, 10/3/2023 കണ്ടോ, സ്റ്റാർട്ട്, ഫിനിഷ്, ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ടാസ്ക് നെയിം ഉണ്ട് തന്നെ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അത് എന്ന് തുടങ്ങി എന്ന് ഫിനിഷ് ചെയ്തു, അപ്പൊ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് അതിനകത്ത് കാണിച്ചു തന്നിരിക്കും. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അതൊരു ബാർ ആയിട്ടായിരിക്കും എന്തിനകത്ത് കാണിക്കുന്ന ഡ്യൂറേഷനെ നമ്മുടെ ഗ്യാൻ ചാർട്ടിനകത്ത് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ ബ്ലൂ കളറിലുള്ള ഒരു ബാർ ആയിട്ടായിരിക്കും നമ്മൾ ഗ്യാൻ ചാർട്ടിന്റെ ഡ്യൂറേഷൻ കാണുന്നത്. അപ്പൊ ഇത് കണ്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും. അപ്പം ഇത് നിങ്ങൾക്ക് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ ഏറെക്കുറെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് വരച്ച് കാണിച്ചാൽ മതി. ഈ ബാർ ചാർട്ട് ഒക്കെ വരുമ്പോഴേക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇത്ര അതായത് 3-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ എത്ര ദിവസം ഉണ്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചു വെക്കും ഒരു ബാർ. ആ ഒരു ഏകദേശ കണക്കിന് ഓരോ ബാറും വരച്ച് കാണിച്ചു കൊടുക്കുക. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഗ്യാൻ ചാർട്ട് ആൻഡ് ചാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയായിരുന്നു നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് എന്താന്ന്, നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 3rd യൂണിറ്റ്. ഇതിനകത്ത് 3rd യൂണിറ്റ് ആണ് ഇനി നമുക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ആ യൂണിറ്റ് ഗ്യാൻ ചാർട്ട് ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് എല്ലാ ക്വസ്റ്റ്യൻസും മിക്ക എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് അത് പഠിച്ചു കാണും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഞാൻ പറഞ്ഞു, അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇന്ന് വരുമ്പോഴേക്കും SRS നോക്കിയിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ നമുക്കൊരു SRS, അതായത് റിവിഷൻ പോലെ നമുക്കൊരു SRS ഒന്ന് നോക്കാമേ, എന്നിട്ട് ഈ യൂണിറ്റിലേക്ക് കയറാം കേട്ടോ.
ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തോട്ടെ, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ SRS പഠിച്ച ഫസ്റ്റ് യൂണിറ്റിലായിരുന്നു അല്ലേ? അപ്പൊ എന്തായിരുന്നു SRSന്റെ ഫുൾ ഫോം വരുന്നത്? SRS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അതിന്റെ ഫുൾ ഫോം വരുന്നത്? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പം SRSന് നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ നമുക്ക് SRSന് പറയാൻ വേണ്ടിയിട്ട് പറ്റും? എങ്ങനെയായിരിക്കും SRSന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം? എന്തിനു വേണ്ടിയിട്ട് SRS യൂസ് ചെയ്യുന്നതെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ ഇവരൊരു ഡെഫിനിഷൻ തന്നിരിക്കുന്നുണ്ടോ? ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ ഇവരൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്? എ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്പെസിഫിക്കേഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻഡ് structured description of the system's requirement, behavior, interface, including all functional and functional use case and non-functional requirement. അപ്പൊ എന്താ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്പെസിഫിക്കേഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെസിഫിക്കേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. അപ്പൊ സ്പെസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചേർഡ് ഡിസ്ക്രിപ്ഷൻസ് അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഒരു സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയായിരിക്കണം, അതിന്റെ ബിഹേവിയേഴ്സ് എന്തൊക്കെയായിരിക്കണം, ഇന്റർഫേസ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഫങ്ഷണലും നോൺ ഫങ്ഷണൽ റിക്വയർമെന്റും എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ SRSനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് SRSന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. A software requirement specification is a specification of the software system which provide complete and structured description of the system's requirement, behavior, interfaces, including all functional use cases and non-functional requirement. ഓക്കെ, അപ്പൊ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഫങ്ഷണാലിറ്റി ബേസ്ഡ് വർക്കിംഗ് ഇല്ലേ? ഇപ്പൊ ഫങ്ഷണാലിറ്റി വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞ ടെസ്റ്റ് കേസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതും ഇപ്പൊ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫങ്ഷണാലിറ്റി വരുന്നത്. അപ്പൊ അതാണ് ഫങ്ഷണാലിറ്റി വരുന്നത്. ഇനി നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ അതിന്റെ പെർഫോമൻസ്, ലോഡ് ടൈം, സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ ഫങ്ഷണലിനകത്ത് വരും. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുക? SRS നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെയാണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ SRSന്റെ സ്ട്രക്ചർ, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു SRSന്റെ സ്ട്രക്ചർ. അപ്പൊ SRSന്റെ സ്ട്രക്ചർ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതായത് IEEE ഫോർമാറ്റ് ആണ് നമുക്ക് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ IEEE ഫോർമാറ്റിനകത്ത് വരുന്ന എന്താണ്, എന്തൊക്കെ പോർഷൻസ് ആണ് അതിനകത്ത് വരുന്ന? ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ തന്നെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഇൻട്രൊഡക്ഷനകത്ത് അതിന്റെ പർപ്പസ് വരുന്നുണ്ട്, സ്കോപ്പ് ഉണ്ട്, ഡെഫിനിഷൻ, അക്രോണിം ഓർ ബിഹേവിയർ ഉണ്ട്, റെഫറൻസസ് ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്. അത്രയാണ് ഇൻട്രൊഡക്ഷനകത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇനി സെക്ഷൻ 2 എന്താ വരുന്നത്? ജനറൽ ഡിസ്ക്രിപ്ഷൻ. ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? നമ്മുടെ ആ സോഫ്റ്റ്വെയർ അതിന്റെ ഫങ്ഷണാലിറ്റി ബേസ്ഡ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഫങ്ഷണാലിറ്റി ആയിരിക്കും നമ്മൾ ആ സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ്, പ്രൊഡക്റ്റ് ഫംഗ്ഷൻ, യൂസർ ക്യാരക്ടറിസ്റ്റിക്, ജനറൽ കൺസ്ട്രെയിൻസ്, അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ, ഇനി സെക്ഷൻ 3 വരുന്ന എന്താണ്? സ്പെസിഫിക് റിക്വയർമെന്റ്. സ്പെസിഫിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്താണ്, അതായത് നമ്മൾ തൊട്ട് മുന്നല്ല പറഞ്ഞത് എന്താണ്, അതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ റിക്വയർമെന്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇൻ ഡെപ്ത് നമ്മൾ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ഈ സ്പെസിഫിക് റിക്വയർമെന്റിനകത്ത്. അപ്പൊ അതിനകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? എത്ര ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്? എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ്സ് വരുന്നുണ്ട്, ഫങ്ഷണൽ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്, പെർഫോമൻസ് വരുന്നുണ്ട്, ഡിസൈൻ കൺസ്ട്രെയിൻസ്, സ്റ്റാൻഡേർഡ് കംപ്ലൈൻസ്, ലോജിക്കൽ ഡേറ്റാബേസ് റിക്വയർമെന്റ്, സോഫ്റ്റ്വെയർ സിസ്റ്റം
ആട്രിബ്യൂട്ട്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ടിനകത്തുണ്ട് റിലയബിലിറ്റി, അവൈലബിലിറ്റി, സെക്യൂരിറ്റി, മെയിൻറ്റനബിലിറ്റി, ഇതെല്ലാം എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാണാപ്പാഠം പഠിക്കാം കേട്ടോ. പിന്നെ അപ്പൻഡിക്സ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇതും ലാസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു IEEE ഫോർമാറ്റിലുള്ള SRSന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. ഈ സ്റ്റെപ്പിന് മാർക്കുള്ള, അതുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് അപ്പൻഡിക്സ് സെക്ഷൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എഴുതാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട്. അത് നമ്മൾ എല്ലാത്തിനകത്തും വെക്കുന്നത്. അപ്പൊ എല്ലാത്തിനകത്തും സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ആയിരിക്കും അതിനകത്ത് വരിക. അത് എവിടെ എല്ലായിടത്തും എങ്ങനെ നമുക്ക് കൊടുക്കാം? റിലയബിലിറ്റി, അവൈലബിലിറ്റി, സെക്യൂരിറ്റി, മെയിൻറ്റനബിലിറ്റി. അപ്പം നിങ്ങളുടെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ മാർക്കിനനുസരിച്ചും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ ലോജിക്കൽ ഡേറ്റാബേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഡേറ്റാബേസ് റിലേറ്റഡ് ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, അതാണ് സ്റ്റാൻഡേർഡ് കൺവെൻഷനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പോളിസീസും സ്റ്റാൻഡേർഡുകളും ഒക്കെ ആയിരിക്കും അവിടെ വരിക. പിന്നെ ഡിസൈൻ കൺസ്ട്രെയിൻസ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ സോഫ്റ്റ്വെയർ, അതിന്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? നമ്മുടെ തേർഡ് സെക്ഷൻ, അതായത് സ്പെസിഫിക് റിക്വയർമെന്റിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഒരു SRSന്റെ ഫോർമാറ്റ് വരുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്പറിങ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ നമ്പർ ഇല്ലാതെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എന്ന് പറഞ്ഞിട്ടല്ലേ കണ്ടത്. അപ്പം അതിന് നമ്മൾ നമ്പറിങ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഫൈനലി ഒരു SRS എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്പറിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. IEEE സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കണ്ടു. അപ്പൊ IEEE ഫോർമാറ്റിൽ കൊടുക്കുന്ന ആ നമ്പറിങ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ IEEE ഫോർമാറ്റിലുള്ള ഒരു SRS പ്രിപ്പയർ ചെയ്യാനായിരിക്കും നിങ്ങൾക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതുണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാ. അപ്പൊ അതിനകത്ത് കണ്ടോ, ഡെവലപ്പ് SRS ഫോർ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം ഫോർ എ യൂണിവേഴ്സിറ്റി. അതിന്റെ ഫോർമാറ്റ് പറഞ്ഞിരിക്കുന്നുണ്ടോ? SRS ഷുഡ് ബി ഇൻ IEEE ഫോർമാറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് നോക്കിക്കേ, 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് എങ്ങനെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതേപോലെ തന്നെ, അതായത് ഇവര് കറക്റ്റ് ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, IEEE സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതേമാതിരി തന്നെ നിങ്ങളിത് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്ത് ഈ നമ്പറിങ്ങും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇതിനെല്ലാം മാർക്ക് ഉള്ളതാ. അപ്പം ഫസ്റ്റ് എന്താണ് വരുന്നത്? ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എന്തിന്റെയാണ്? അപ്പൊ ഓക്കെ, ഇവിടെ ഒന്ന് ഓൺലൈൻ അഡ്മിഷൻ, അത് കഴിഞ്ഞിട്ട് ഇതുണ്ട് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കോമൺ ആയിട്ടാട്ടോ, അതായത് ഒരേ ഫോർമാറ്റിൽ തന്നെയാണ് പോയിരിക്കുന്നത്. SRS ഉണ്ട്, പിന്നെ എന്താണ് ഏതെങ്കിലും മോഡൽസ് ഉണ്ട്, പിന്നെ DFT ഉണ്ട്, അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് SRS എന്ന് പറയുന്നത് ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് പഠിച്ചോണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ ആദ്യം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എടുത്തു തന്നത്. വീണ്ടും അത് റിവിഷൻ പോലെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള പേപ്പർ അല്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അത് കേട്ടോ. അപ്പൊ ഓക്കെ, ഇവിടെ അപ്പൊ ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ, 2022 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഓൺലൈൻ എക്സാമിനേഷൻ ഫോം സബ്മിഷൻ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? IEEE ഫോർമാറ്റ് തന്നെ. പിന്നെ 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിനകത്ത് ഇതുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടോ, എല്ലായിടത്തും എന്തുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന SRS പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം ഒരെണ്ണത്തിന്റെ SRS ഞാൻ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, അപ്പം ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ SRS നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ പറഞ്ഞത് മാതിരി ഇതിന്റെ നമ്പറിങ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഇതേണ്ടേ ഇവിടെ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് വരുന്നത്. ഇൻട്രൊഡക്ഷനകത്ത് 1 എന്ന് പറഞ്ഞിട്ട് എന്താ വരുന്നത്, ഇൻട്രൊഡക്ഷൻ. അപ്പം ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്താ, ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ എന്തായിരിക്കണം പറയേണ്ടത്, അതായത് നമ്മൾ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന എന്നത്തിന്റെയോ, ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ അല്ലേ, ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത SRS ഫോർ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം അല്ലെ, OAS ആണ് അതിന്റെ ഷോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ SRS ആണ് നമ്മൾ ഇപ്പം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ത് പറയണം, അതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയണം. അപ്പൊ എന്തുമായിരിക്കണം നമ്മളവിടെ പറയേണ്ടത്, എന്തായിരിക്കണം നമ്മളവിടെ പറയേണ്ടത്, ആദ്യം ഈ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണോ അത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ പറയേണ്ടത്, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഈ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം, അതായത് എന്താണ് ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം, എന്തായിരിക്കും ഒരു ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല അഡ്മിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായിരിക്കും ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഓൾറെഡി ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണോ അത് നമ്മൾ എങ്ങനെയാണോ ഇവിടെ ഓവർകം ചെയ്തത്, അത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ പറയണം, ഈ ഇൻട്രൊഡക്ഷൻ സെക്ഷനിനകത്ത് നമ്മൾ പറയണം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, പർപ്പസ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ എന്താ പറയണ്ടേ, നമ്മുടെ ഈ SRSന്റെ പർപ്പസ് എന്താണെന്നുള്ള പറയേണ്ടത്. അപ്പൊ SRSന്റെ പർപ്പസ് എന്താണ്, അതായത് നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന SRSന്റെ പർപ്പസ് എന്നാ, ഇത് പർപ്പസ് ഓഫ് SRS ഡോക്യുമെന്റ് ഈസ് ടു സ്പെസിഫൈ ദ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഓഫ് ഓൺലൈൻ അഡ്മിഷൻ ഫോർ എന്താണ്, യൂണിവേഴ്സിറ്റിയുടെ അല്ലെ, OAS ആണ്. OASന്റെ SRS പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെന്താണ്, എന്താ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റി, അഡ്മിഷൻ ആയിരിക്കും അവര് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം പല അടുത്തുനിന്നുള്ള പീപ്പിൾസിന് എന്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് പർപ്പസ് അവിടെ നമ്മൾ പറയേണ്ടത്. പിന്നെന്താ പറയണ്ടേ, അതിന്റെ സ്കോപ്പ്, അതായത് സ്കോപ്പ് ഓഫ് ദി പ്രൊഡക്റ്റ് അല്ലെ പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ പറയുക. അപ്പൊ അതിന്റെ സ്കോപ്പ് എന്തൊക്കെയായിരിക്കണം നമ്മൾ പറയുക, നമുക്ക് സ്കോപ്പ് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, സ്കോപ്പ് ഓഫ് ദി പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയാം, അല്ലെ പ്രൊഡക്റ്റിന് പറഞ്ഞതിനകത്ത് നമുക്ക് എന്തൊക്കെ പറയാം, നമുക്ക് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള സ്കോപ്പ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെഫിനിഷൻസ് ഉണ്ട്, അക്രോണിംസ് ഉണ്ട്, അബ്രിവേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്തൊക്കെയായിരിക്കണം പറയുക, ഈ ഡെഫിനിഷൻസ്, അക്രോണിംസ്, അബ്രിവേഷൻസിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയേണ്ടത്. ഇതുണ്ട്, ഇവിടെയാണ് ഇത് കണ്ടോ, ഒരു എന്താ ഓൺലൈൻ സിസ്റ്റത്തിന്റെ XYZ തന്നിട്ടുണ്ട്. അപ്പൊ അതേമാതിരി ഇതുണ്ട് ഇവിടെ ഡെഫിനിഷൻസ്, അക്രോണിംസ്, അബ്രിവേഷൻസ്. അപ്പൊ ഇതുണ്ട് 1.3, അതിന്റെ നമ്പറിംഗ് ശ്രദ്ധിച്ചോണം കേട്ടോ. 1.3 എന്ന് പറയുന്നതാണ് ഡെഫിനിഷൻസ് ആൻഡ് അക്രോണിംസ്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ പറയേണ്ടത്, അതായത് നമുക്ക് ഡെഫിനിഷൻസ് ഉണ്ടെന്നിരിക്കും. ഇപ്പൊ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ പ്രൊജക്ട് അതേപടി നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പല പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്രൊജക്ടിനെ ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു
ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല മൊഡ്യൂളുകൾ വരും അല്ലെ. അതായത് ഒരു ലാർജ് സിസ്റ്റത്തിനെ നമ്മൾ സ്മോളർ സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, മൊഡ്യൂളുകളായിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ മൊഡ്യൂളുകൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ? ആരൊക്കെ നമുക്ക് പറയാം ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിനകത്ത്? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരും? എന്തിന്റെ അഡ്മിഷൻ സിസ്റ്റം ആണ്? യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് എന്തൊക്കെ വരാം? നമുക്ക് ഒരു അഡ്മിൻ കൊടുക്കാൻ പറ്റും അല്ലെ. അഡ്മിൻ അല്ലേ കോമൺ ആയിട്ട് ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? യൂണിവേഴ്സിറ്റി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ അതിനകത്ത് ആരും വരുന്നുണ്ട്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് നിങ്ങൾ എടുക്കുക. അപ്പൊ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? അവിടെ ഒരു അഡ്മിന് വരും, പേഷ്യന്റ് വരും, പിന്നെ എന്ത് കൊടുക്കാം? നമുക്ക് ഹോസ്പിറ്റലോ അല്ലെ ഡോക്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സിസ്റ്റം കിട്ടുമ്പോൾ നമ്മളൊക്കെ അതിനകത്ത് വരുന്ന മൊഡ്യൂളുകൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾ ആദ്യമേ, എങ്ങനെ നമുക്ക് അതിനെ മൊഡ്യൂളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് നിങ്ങൾ ആദ്യമേ എന്താ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പൊ ഇതുണ്ടോ ഡെഫിനേഷൻ ആയിട്ട് നമ്മളിപ്പോ ഒരു ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 3 മൊഡ്യൂളുകളായിട്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിനകത്ത് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അഡ്മിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡന്റും വരുന്നുണ്ട്. അപ്പം അവർ ഓരോന്നും എന്തൊക്കെ ചെയ്യുന്നു അത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഡെഫിനിഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇവിടെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് ടേം എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻസിനകത്ത് തന്നിരിക്കുന്നുണ്ട്. യൂസർ ഉണ്ട്, സൈറ്റ് അഡ്മിൻ ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്. അത് എന്തിന്റെ മൊഡ്യൂളുകളാണ്? നിങ്ങളുടെ എന്താ ടെക്സ്റ്റിനകത്ത് ഒരു XYZന്റെ അതായത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിന്റെ SRS പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ മൊഡ്യൂളുകളാണ് യൂസറും സൈറ്റ് അഡ്മിനും സ്റ്റേക്ക് ഹോൾഡറും. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്തിന്റെ മൊഡ്യൂളുകളാണ്? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെയാണ്. അപ്പൊ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞത്? അഡ്മിൻ വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്? സ്റ്റുഡന്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അപ്പം അത് വേണം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പം അവർ ഓരോന്നും എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. യൂസർ അല്ല, നമ്മുടെ അഡ്മിൻ എന്താണ് ചെയ്യുന്നത്? അഡ്മിൻ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? യൂണിവേഴ്സിറ്റി ആയിരിക്കും. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് അഡ്മിൻ ആയിരിക്കും. സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റുഡന്റ് ആയിരിക്കും. അതായത് സ്റ്റുഡൻസിന് അവിടെ ഒരു സെപ്പറേറ്റ് എന്താ ഒരു ലോഗിൻ ഫോം ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ എന്താ ഗ്രേഡ്സ് കാണുമോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുവോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഓരോ യൂസറും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുകളും എന്താണോ ചെയ്യുന്ന ടാസ്ക് അതായിരിക്കണം നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവിടെ അതുകൊണ്ട് എക്സാമ്പിൾ ആയിട്ട് ഇവർ തന്നിരിക്കുന്ന യൂസറിനകത്ത് കണ്ടോ, ഓൺലൈൻ യൂസർ ഓർ കസ്റ്റമേഴ്സ് ഓഫ് XYZ. സൈറ്റ് അഡ്മിൻ ചെയ്യുന്ന എന്താണ്? അഡ്മിനിസ്ട്രേറ്റർ ഹു മെയിൻറ്റൈൻ ഓർ എൻഹാൻസ് XYZ. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? അതായത് കോമൺ പീപ്പിൾ, ക്ലയൻസിനെ ആയിരിക്കും നമ്മൾ പറയാം. അപ്പൊ പീപ്പിൾ who was business and other interest in XYZ including sales team, IT team, system team അതൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. ഓക്കെ, ഇനി അക്രോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു SRS പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചില ഷോർട്ട് വേർഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിനെ നോക്കിക്കേ. ക്വസ്റ്റ്യനകത്തുണ്ട് ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം, അതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് OAS. അപ്പം ഇത് നമുക്ക് എവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മുടെ അക്രോണിമിനകത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇവിടെ അതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കണ്ടോ, ഓവർവ്യൂ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെ സെക്ഷൻസ് വരുന്നുണ്ട്, ഏതൊക്കെ സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അത്രയും കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. കണ്ടോ, ദിസ് ഡോക്യുമെന്റ് ഓർഗനൈസ്ഡ് ആസ് ഫോളോസ്. സെക്കൻഡ് സെക്ഷൻ മെയിൻലി പ്രൊവൈഡ് ദ ഇന്റർഫേസ് ആൻഡ് തേർഡ് സെക്ഷൻ പ്രൊവൈഡ് ദ ഡീറ്റെയിൽ അബൌട്ട് ഇമ്പോർട്ടന്റ് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും തരുന്നത്? അതിന്റെ ഒരു ഇന്റർഫേസ് പാർട്ടായിരിക്കും തരുന്നത്. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും തരുന്നത്? അതിന്റെ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ അതാണ് നമ്മൾ എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഓവർവ്യൂവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓവർവ്യൂവിന്റെ നമ്പറിംഗ് എത്രയാണ് വരിക? 1.4. ഓക്കെ, അപ്പൊ ഇതും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയൊക്കെ എന്താണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിസ്റ്റത്തിനെ വെച്ചിട്ട് എഴുതുക. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കോമൺ നോട്ട് പോലെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അതായത് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട്
ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ, അതായത് ഇൻട്രൊഡക്ഷൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവര് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടില്ല. അത് കൊടുക്കോ കൊടുക്കാതിരിക്കോ അത് നമ്മുടെ ഇഷ്ടമാണ്. കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. കൊടുത്തില്ലെങ്കിലും തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓക്കെ, അപ്പം 1 ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ എന്താണ് 1.1 അതിന്റെ സബ് ആയിട്ടാണ് എന്തൊക്കെ വരിക? ഇൻട്രൊഡക്ഷന്റെ സബാണ് 1.1 എന്ന് പറയുന്ന എന്ത് പർപ്പസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വരുന്നത്? 1.2 സ്കോപ്പ്. പിന്നെന്താണ് 1.3 എന്ന് പറയുന്ന ഡെഫിനിഷൻസ് ആൻഡ് അക്രോണിംസ്. പിന്നെ 1.4 എന്താണ്? ഓവർവ്യൂ. ഓക്കെ, അപ്പൊ അത്രയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കയറുവാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ജനറൽ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ നമുക്ക് എന്താണ് പല പാർട്ടുകൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ പല പാർട്ടുകൾ വരുമ്പോഴേക്കും കണ്ടോ, ആദ്യമേ എന്താണ് 2.1 എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. 2.1 പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പം എന്ത് പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് നമ്മൾ എന്തുവാ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിനകത്ത് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടോ. ദ സിസ്റ്റം മെയിൻലി കൺസിസ്റ്റ് ഓഫ് XYZ ഓൺലൈൻ സിസ്റ്റം കണ്ടെയ്നിങ് ആപ്ലിക്കേഷൻ ഓൺ സെർവർ ആൻഡ് വെബ് സെർവർ അല്ലേ. അതായത് ഇതെന്താണ് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരു ഓൺലൈൻ സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് സെർവറും വെബ് സെർവറും ഒക്കെ ആയിരിക്കും, ആപ്ലിക്കേഷൻ സെർവറും വെബ് സെർവറും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഇപ്പം എന്താ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തുമായിരിക്കും ചെയ്യുന്നത്? ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഓൺലൈൻ ഇന്ററാക്ട് വിത്ത് പ്രൈസിംഗ് സിസ്റ്റം ടു ഗെറ്റ് പ്രോഡക്റ്റ് പ്രൈസിംഗ് ഇൻഫർമേഷൻ, ഇൻവെന്ററി, ERP സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ് അഡ്മിഷൻ ആയിരിക്കും. ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വേണം നമ്മൾ ഇവിടെ പറയാൻ വേണ്ടിയിട്ട്. അതാണ് പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ്. അതായത് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ എന്താണോ ചെയ്യുന്നത് അത് വേണം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് ലെവൽ ഡയഗ്രം ഇല്ല, അതായത് 0th ലെവൽ ഡയഗ്രം DFTയുടെ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സെന്ററിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എങ്ങനെ കൊടുക്കാം? ഇതല്ലേ ഒരു സർക്കിളിനകത്തായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്നാ എഴുതി കൊടുക്കാം? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം അത് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിനകത്ത് ആരൊക്കെ മൊഡ്യൂളുകൾ വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? ഏതൊക്കെ മൊഡ്യൂളുകൾ അതിനകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഏതൊക്കെ മൊഡ്യൂളുകൾ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിനകത്ത്? അതിനകത്ത് ഒന്ന് നമുക്ക് ആര് കൊടുക്കാം? സ്റ്റുഡന്റ് കൊടുക്കാം. ഒന്ന് നമുക്ക് ആരെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? യൂണിവേഴ്സിറ്റി കൊടുക്കാം. ഒന്ന് നമുക്ക് ആര് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അഡ്മിൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ വരച്ചു വെക്കുക. നെക്സ്റ്റ്, അപ്പൊ ഇതിനകത്ത് കണക്ഷൻ ഒക്കെ കൊടുത്തോണം കേട്ടോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വരച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് അഡ്മിൻ വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്? യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്? സ്റ്റുഡന്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡയറക്ഷൻ വെച്ചിട്ട് ഡയറക്ഷൻ ആരോ ഇവിടെ വരച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? ഈ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട പിന്നെ ഒരു കാര്യം, ഇതെന്താ നമ്മൾ പറയുന്നത്? ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്പർ എത്രയാണ്? 2 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? 2.1 പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് വരുന്നത്? 2.2 പ്രോഡക്റ്റ് ഫംഗ്ഷൻ. അപ്പൊ പ്രോഡക്റ്റ് ഫംഗ്ഷൻ അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ നമുക്ക് എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതായത് നമുക്ക് പ്രോഗ്രാംസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ? എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്? പ്രോഗ്രാംസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? UG PG ഡിഗ്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഇപ്പൊ ഇവിടെ സെർച്ച് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും?
അവിടെ അഡ്മിഷൻ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെയല്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. അത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് പ്രൊഡക്റ്റ് ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുക്കുക. പിന്നെന്താണ് നമ്മുടെ യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്. യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൊഡ്യൂൾ ആണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, അപ്പൊ യൂസർ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഈ സിസ്റ്റത്തിനകത്ത് 2 മൊഡ്യൂളുകൾ, 2 യൂസേഴ്സ് വരുന്നുള്ളൂ, ഓൺലൈൻ യൂസറും സൈറ്റ് അഡ്മിനിസ്ട്രേറ്ററും. അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിനകത്ത് 3 പേര് വരുന്നുണ്ട്. അഡ്മിൻ വരുന്നുണ്ട്, സ്റ്റുഡന്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അപ്പം അത് 3ഉം അവരുടെ ഫംഗ്ഷൻ എന്താണ് അതും വേണം നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് വന്നിരിക്കുന്നത്? കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ലിമിറ്റേഷൻസ് അല്ലെ റെസ്ട്രിക്ഷൻസോ ഒക്കെ വരത്തില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? കൺസ്ട്രെയിൻസ് ആയിട്ട് പറയുക കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇനിഷ്യൽ റിലീസ് only allows maximum 10,000 product in search result due to restrictions imposed by pricing and inventory system. അതായത് നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഒക്കെ വരുവാണെന്നിരിക്കട്ടെ, മെയിൻ ആയിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും, കോമൺ ആയിട്ട് വരിക. അപ്പൊ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ആയിരിക്കും നമ്മൾ എവിടെ പറയുക? കൺസ്ട്രെയിൻസിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്റ്റുഡൻസിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ അറ്റ് എ ടൈം എത്ര സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പിന്നെ ഏതൊക്കെ ബ്രൗസറുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പൊ എല്ലാ ആപ്ലിക്കേഷനൊന്നും എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കൺസ്ട്രെയിൻസിനകത്ത് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. ഓക്കെ, അല്ലെ റെസ്ട്രിക്ഷൻ എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിന്റെ അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ്. അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അതായത് നമ്മുടെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇല്ല, അതായത് ഇത്ര ടൈമിനുള്ളിൽ അത് തീരും, അല്ലെ ഇപ്പൊ എന്താ നമ്മൾ ഫീസിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലെ നമ്മൾ ബജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, അങ്ങനെ നമുക്കൊരു മെയിൻ അസംഷൻ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. അതായിരിക്കണം നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയത്, IT ഡിപ്പാർട്ട്മെന്റ് ഓഫ് XYZ ഹാസ് ഓൾ ദി അവൈലബിൾ ഹാർഡ്വെയർ റിക്വയർഡ് ടു സപ്പോർട്ട് ഇത് intended user load. All the upstream systems include the product database, pricing and inventory system provide response within agreed SLAs to the ensure the optimal പെർഫോമൻസ്. അപ്പൊ എന്താണ് നമ്മുടെ പ്രൊജക്ടിന്റെ അസംഷൻ വേണം നമുക്ക് പറയാൻ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? നമ്മുടെ ബഡ്ജറ്റ് ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. അതേപോലെ തന്നെ അതിന്റെ ഫീസിബിലിറ്റി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. കസ്റ്റമർ റിക്വയർമെന്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും, അല്ലെങ്കിൽ സ്റ്റുഡന്റ് റിക്വയർമെന്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ടൈം ലൈൻ ആൻഡ് ഷെഡ്യൂളിംഗ് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നമുക്ക് അസംഷൻ അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡിപ്പെൻഡൻസീസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെ ആയിരിക്കും? ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റമോ അതിന്റെ ഡേറ്റാബേസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിപ്പെൻഡൻസീസിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, അപ്പൊ അത്രയാണ് എന്തിനകത്ത് വരിക, ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത്. അതായത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇൻ ഡെപ്തിലേക്ക് പോകുന്നില്ല, ഓവറോൾ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, കോമൺ ഫങ്ഷൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ജനറൽ ഡിസ്ക്രിപ്ഷനകത്ത് വരിക. അപ്പൊ ജനറൽ ഡിസ്ക്രിപ്ഷന് നമ്പർ എത്രയാണ് വരിക, 2 ആണ് ജനറൽ ഡിസ്ക്രിപ്ഷൻ. അതിനകത്ത് 2.1 സബ് ആയിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്ന എന്താണ്, പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് എന്താ വന്നിരിക്കുന്നത്, 2.2 പ്രൊഡക്റ്റ് ഫംഗ്ഷൻ, 2.3 യൂസർ ക്യാരക്ടറിസ്റ്റിക്സ്, 2.4 കൺസ്ട്രെയിൻസ്, 2.5 അസംഷൻസ് ആൻഡ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ, അപ്പൊ അത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നതിനകത്ത്. അതായത് 3 സപ്പാർട്ടായിട്ട് 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ SRS എഴുതുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് ജനറൽ ഡിസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞിട്ട് തേർഡ് വരുന്ന സ്പെസിഫിക് റിക്വയർമെന്റ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തി. അപ്പൊ മൂന്നാമത്തെ നമ്മുടെ സ്പെസിഫിക് റിക്വയർമെന്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുക. അപ്പൊ അവിടെ ആദ്യം കണ്ടോ, ദിസ് സെക്ഷൻ പ്രൊവൈഡ് ഓൾ ഡീറ്റെയിൽഡ് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് അല്ലെ ജനറൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് സ്പെസിഫിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് 3.1 എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റിനകത്ത് എന്തുവാ പറഞ്ഞിരിക്കുന്നത്, ദിസ് സെക്ഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻക്ലൂഡിംഗ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോക്കപ്പ് പ്രോട്ടോടൈപ്പ്. അപ്പൊ ഈ എക്സ്റ്റേണൽ റിക്വയർമെന്റ്സിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ വരും, നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ സെക്ഷനും നമ്മൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ പ്രോട്ടോടൈപ്പ്, അതായത് എന്തെങ്കിലും മോഡൽസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ എവിടെയാണ് പറയുക, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റിനകത്ത്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കോമൺ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. 3.1 എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് ആ സെന്റൻസ് പഠിച്ച് നിങ്ങൾക്ക് എഴുതാം. അതിനകത്ത് നെക്സ്റ്റ്, അതായത് 3.1.1 എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റിനകത്ത് സബ് വരുന്നുണ്ട്. അതാണ് 3.1.1. അതിനകത്ത് ഫസ്റ്റ് വന്നിരിക്കുന്ന എന്താണ്, യൂസർ ഇന്റർഫേസ് ആണ്. ഓക്കെ, അപ്പൊ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർഫേസുകൾ. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ, അതേമാതിരി ഒരു ആപ്ലിക്കേഷനിൽ യൂസർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അതാണ് എവിടെ നമ്മൾ കൊടുക്കേണ്ടത്, യൂസർ ഇന്റർഫേസിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അവര് ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിരിക്കുന്നത് XYZ ആപ്ലിക്കേഷൻ ഷുഡ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മുടെ എന്താണ്, ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം ഷുഡ് കണ്ടെയ്ൻ ഇത് ഫോളോയിങ് യൂസർ ഇന്റർഫേസ്. നമ്മുടെ എന്തൊക്കെ വരും, ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വരുന്നുണ്ട്, ലോഗിൻ പേജ് വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ പ്രോഗ്രാം സെർച്ച് പേജ് നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെർച്ച് റിസൾട്ട് പേജ് നമുക്ക് ഉണ്ടായിരിക്കും. അഡ്മിഷൻ പേജ് നമുക്ക് ഉണ്ടായിരിക്കും ഇല്ലേ. അതേപോലെ തന്നെ പേയ്മെന്റിന്റെ പേജ് നമുക്ക് ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഫീസ് പേയ്മെന്റ് ഒക്കെ വരുന്നില്ലേ. പിന്നെന്തായിരിക്കും, ഹോസ്റ്റൽ ഫെസിലിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേജ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അതായത് കോമൺ ആയിട്ട് എന്തൊക്കെ റിക്വയർമെന്റുകളാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യൂസറിന് തരുന്നത്, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ വെറുതെ അത് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ഈ ലോഗിൻ പേജ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ കണ്ട അവരൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഫോർ ഓതന്റിക്കേറ്റിംഗ് രജിസ്റ്റേർഡ് യൂസേഴ്സ്. അത് എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് സ്ക്രീൻ ഷുഡ് accept user ID, password and authenticate against corporate authentication system. It also provide features for new user registration and forgot password and forgot user ID. അത് നമുക്ക് എല്ലായിടത്തും ഈ സെയിം സെന്റൻസിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താണ്, പ്രൊഡക്റ്റ് സെർച്ച് പേജ്. അപ്പൊ പ്രൊഡക്റ്റ് സെർച്ച് പേജിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തായിരിക്കും വരുന്നത്, നമ്മുടെ പ്രോഗ്രാം സെർച്ച് പേജ് ആയിരിക്കും വരുന്നത്. അപ്പം പ്രോഗ്രാം സെർച്ച് ചെയ്യുന്ന എന്തായിരിക്കും, രജിസ്റ്റേർഡ് യൂസർക്ക് മാത്രമാണോ പറ്റുക, എല്ലാ സ്റ്റുഡൻസിനും കയറി പ്രോഗ്രാംസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ ആ സെന്റൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എങ്ങനെ യൂസർക്ക് ഒരു പ്രോഗ്രാം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുക. ഇനി സെർച്ച് റിസൾട്ട് പേജ്. സെർച്ച് റിസൾട്ട് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിപ്പോ ഒരു പ്രോഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു പേജ്, ആ ഒരു കറണ്ട് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് വരിക. അപ്പൊ അത് വേണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ നമുക്കൊരു അഡ്മിഷൻ പേജ് ഉണ്ടായിരിക്കുമല്ലോ, അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ്, നമുക്ക് പേയ്മെന്റിന്റെ പേജ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഹാർഡ്വെയർ ഇന്റർഫേസ് വരുന്നുണ്ട്.
ഹാർഡ്വെയർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയറുകളില്ലേ, നമ്മൾ റാം റോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ എന്താ നമ്മുടെ എന്താ ഈ നമ്മുടെ കീബോർഡും അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഏത് വേർഷൻ ആണെന്നുള്ള അതിന്റെ പ്രൊഡക്റ്റ് നെയിമും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഹാർഡ്വെയർ ഇന്റർഫേസിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ ഇന്റർഫേസിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇത് രണ്ടെണ്ണം ജസ്റ്റ് ഇതിന്റെ രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയല്ല നമ്മൾ അത് കൊടുക്കുന്ന എങ്ങനെയാണെന്നുള്ള ഞാൻ നോട്ട് എടുത്തിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഹാർഡ്വെയർ ഇന്റർഫേസ് എന്ന് പറയുന്ന നമ്പറിംഗ് നോക്കിക്ക് എത്രയാ വരുന്നത്? 3.1.2. പിന്നെ സോഫ്റ്റ്വെയർ ഇന്റർഫേസ് എന്ന് പറയുന്നത് എത്രയാ നമ്പറിംഗ് വരുന്നത്? 3.1.3. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത്? 3.1.4 എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ OS ആയിരിക്കും കേട്ടോ അതിനകത്ത് വരിക. പിന്നെ ഫങ്ഷണൽ റിക്വയർമെന്റ് 3.2 എന്ന് പറയുന്ന നെക്സ്റ്റ് എന്താണ്? ഫങ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ എന്താണ്? 3.1ന്റെ കഴിഞ്ഞു. 3.1 എന്തായിരുന്നു വരുന്നത്? യൂസർ ഇന്റർഫേസ് ആയിരുന്നു. യൂസർ ഇന്റർഫേസ് അല്ല, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് എന്നായിരുന്നു പറഞ്ഞു. അതിനകത്ത് 3.1.1 യൂസർ ഇന്റർഫേസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ് വന്നിരിക്കുന്നത്? 3.2 എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ മേജർ ആയിട്ടുള്ള ഫങ്ഷണൽ റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്? ലോഗിൻ ഓപ്പറേഷൻ ആണ്. അപ്പൊ ലോഗിൻ ഓപ്പറേഷൻ എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ സെർച്ച് ഓപ്പറേഷൻ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. ഷോപ്പിംഗ് കാർട്ട് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എന്തിനെ വെച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ? നമ്മുടെ ഓൺലൈൻ സിസ്റ്റത്തിനെ വെച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെന്താണ്? പിന്നെ 3.3 എന്താണ്? പെർഫോമൻസ് റിക്വയർമെന്റുകൾ. അപ്പൊ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എത്ര സമയത്തിനുള്ളിൽ പേജുകൾ ലോഡ് ചെയ്ത് വരുന്നു, സെർച്ച് റിസൾട്ട് എത്ര പെട്ടെന്ന് കിട്ടുന്നു, ചെക്ക്ഔട്ട് എത്ര പെട്ടെന്ന് നടക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പെർഫോമൻസ് റിക്വയർമെന്റ്സിനകത്ത് പറയുക. ഇനി ഡിസൈൻ കൺസ്ട്രെയിൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ഇനി ലോജിക്കൽ ഡേറ്റാബേസ്, നമ്മുടെ ഡേറ്റാബേസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ നമ്മൾ പറയുന്നത്. അത് 3.5. ഇനി 3.6നകത്ത് കണ്ടോ? സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട് റിക്വയർമെന്റ്. അത് നമ്മൾ കണ്ടായിരുന്നു ലാസ്റ്റ്. നമ്മൾ എന്താ ഞാൻ ആ എക്സാമ്പിൾ കാണിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? അതിനകത്ത് എന്തൊക്കെ നമുക്ക് കൊടുക്കാം? എല്ലായിടത്തും ഇത് കോമൺ ആ വരുന്നത്. എന്തൊക്കെയാണ്? റിലയബിലിറ്റി, അവൈലബിലിറ്റി, സെക്യൂരിറ്റി, പിന്നെന്താണ്? മെയിൻറ്റനബിലിറ്റി. അപ്പൊ കോമൺ ഒരു സെന്റൻസും എങ്ങനെയാണ് അത് ആ മെയിൻറ്റനബിലിറ്റി നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പൊ അതിന് നമ്പറിംഗ് വന്നിട്ടുണ്ട് കണ്ടോ? എങ്ങനെ നമ്പറിംഗ് വന്നിരിക്കുന്നത്? 3.6 എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ സിസ്റ്റം ആട്രിബ്യൂട്ട് ആൻഡ് റിക്വയർമെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 3.6.1 ആണ് റിലയബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? 3.6.2 അവൈലബിലിറ്റി, 3.6.3 സെക്യൂരിറ്റി, 3.6.4 മെയിൻറ്റനബിലിറ്റി. ലാസ്റ്റ് നമുക്ക് എന്തും കൂടെ കൊടുക്കാം? അപ്പൻഡിക്സ് സെക്ഷനും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു SRS പ്രിപ്പയർ ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവരുത് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? SRSനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ക്ലിയർ ആണോ എല്ലാവർക്കും SRS?
അപ്പൊ ക്ലിയർ ആണെങ്കിൽ നാളെ എന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS എഴുതിയിട്ടൊന്ന് കാണിക്കണേ. ഞാൻ ചോദിക്കാം, അപ്പൊ പറഞ്ഞു തന്നാ മതി കേട്ടോ. നാളെ നെക്സ്റ്റ് ക്ലാസ് എന്നാണോ അന്ന് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് വേണം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഒരെണ്ണത്തിന്റെ മതി. ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം അല്ലേ. ഷോപ്പിംഗ് കാർട്ട്, ഷോപ്പിംഗ് കാർട്ടിന് നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ തന്നെ മതി. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS എഴുതിയിട്ട് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം, അപ്പൊ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, നമുക്ക് എവിടെ നിന്നായിരുന്നു നമ്മളൊരു യൂണിറ്റ് പഠിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നായിരുന്നു ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പൊ DFT ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. 2-3 ക്ലാസ്സും കൂടി ഇനി വരുന്നില്ല. അപ്പൊ ആ ക്ലാസ്സിൽ DFT വരുന്നുണ്ട്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പൊ SRS കഴിഞ്ഞ് SRSനെ പറ്റി ഞാൻ ഇനി പറയത്തില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ക്ലാസ് തീരുന്നിടം വരെ സമയമുണ്ട്, ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എനിക്ക് പറ്റുന്ന മാതിരി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തുള്ളൂ, അല്ലാതെ എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചോദിക്കുക, പറഞ്ഞുതരാം. പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളതിനെ പറ്റി നോക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇതിനകത്ത് കണ്ടോ SRS ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ നോക്കി, ഇത് കണ്ടോ വാട്ടർഫോൾ മോഡലുകൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നോക്കി ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. കണ്ടോ, പ്രോട്ടോടൈപ്പ് മോഡൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ വാട്ടർഫോൾ മോഡൽ കണ്ടോ, ഇതേമാതിരിയാണ് ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഒരു പ്രീവിയസ് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറയുന്നത് ഈ SRS പഠിക്കണം എന്നുള്ളത്. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആണോ ആദ്യമേ തന്നിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ വന്നിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് SRS കണ്ടോ, SRS ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണ് ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ് SRS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഒന്ന് വാട്ടർഫോൾ മോഡൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂസ് കേസ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് കൊഹിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ DFT വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തിന് DFT വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെ DFT വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന എന്തേ ഉള്ളൂ, കോണ്ടെക്സ്റ്റ് ലെവലും ഫസ്റ്റ് ലെവലും മാത്രമേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. DFT ഒന്നും വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് വെറുതെ 10 മാർക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ചോദിച്ചിരിക്കുന്നുണ്ടോ ഗ്യാൻ ചാർട്ട്. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യനാ. കണ്ടോ, DFT ഗ്യാൻ ചാർട്ട് കണ്ടോ, കാണുന്നുണ്ടോ ക്വസ്റ്റ്യന്? സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ഡ്രോ ദ 0 ആൻഡ് ഫസ്റ്റ് ലെവൽ DFT. ഡ്രോ ദ ഗ്യാൻ ചാർട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് OEFSS ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ ആണ് കേട്ടോ. എന്ത് വരുന്നത്, ഓൺലൈൻ എക്സാമിനേഷൻ ഫോം സബ്മിഷൻ സിസ്റ്റം വരുന്നത്. അപ്പം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്, അന്നും ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. വീണ്ടും ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോ വേണേലും ചോദിക്കും. ഇപ്പം ഞാനിത് പറയാൻ നോക്കിയിരിക്കേണ്ട, നിങ്ങളാണേലും മുന്നേറെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവാത്ത അത് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഇതിലേക്ക് പോകാം കേട്ടോ. നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ് ആണ് മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത്. ഈ യൂണിറ്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ യൂണിറ്റിനകത്തുനിന്നും ഓരോ ക്വസ്റ്റ്യൻസ് എങ്കിലും വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ യൂണിറ്റ് ഇതാ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആദ്യം ഏതാണ്ട് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ചേ.
നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ഫുൾ ഒന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് എക്സാമിന് പോവുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലും ഇതിന്റെ PDF ഇല്ലേ? സോഫ്റ്റ് കോപ്പി കാണുമല്ലോ, ഹാർഡ് കോപ്പി ഇല്ലെങ്കിലും. അപ്പൊ എന്തൊക്കെയാ ഇൻട്രൊഡക്ഷൻ അത് പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പൊ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് SCM എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈസ് ആൻ അംബ്രല്ല ആക്ടിവിറ്റി ദാറ്റ് ഈസ് അപ്ലൈഡ് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്. ഓക്കെ, SCM എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈസ് ആൻ അംബ്രല്ല ആക്ടിവിറ്റി ദാറ്റ് ഈസ് അപ്ലൈഡ് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്. സിൻസ് ചേഞ്ച് ക്യാൻ occur at any time, SCM activities are developed to identify change, control change, ensure the change is being properly implemented and report the change. അപ്പം എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ SCM എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പ്രോസസ്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും ചേഞ്ചുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എൻഷുർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SCM എന്ന് പറയുന്ന ആക്ടിവിറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ആൻഡ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ പറയുന്നത്. എങ്ങനെ നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെ എങ്ങനെ നമ്മൾ അതിനെ കോൺഫിഗർ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചേ. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്ത് ചേഞ്ചസ് ആർ ഇൻവിറ്റബിൾ വെൻ സോഫ്റ്റ്വെയർ ഈസ് ബിൽറ്റ്. എ പ്രൈമറി ഗോൾ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ടു ഇംപ്രൂവ് ഇത് ഈസ് വിത്ത് which changes can be made to software. Configuration management is discipline of controlling the evaluation of complex systems. Software configuration management is specialization of computer programs and associated document. Software configuration management is discipline of controlling the evaluation of complex software systems. അപ്പൊ SCM എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്?
കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യാതെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ HCM ന് നമുക്ക് എങ്ങനെ ഒരു ഡെഫിനേഷൻ പറയാൻ വേണ്ടിയിട്ട് പറ്റും? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോസസ് ആൻഡ് ടൂൾ that used to manage changes to a software components, ensuring consistency, reliability, and reproductivity throughout the software life cycle. ഓക്കെ, അതായത് ത്രൂ ഔട്ട് ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഈ SCM എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്? ചേഞ്ചസ് ടു എ സോഫ്റ്റ്വെയർ കമ്പോണന്റ്, പിന്നെന്താണ്, അതിന്റെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ റിലയബിലിറ്റിനെ എൻഷുർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ റീപ്രൊഡക്ടിവിറ്റിനെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് SCM ന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ SCM ന്റെ മെയിൻ ആയിട്ടുള്ള കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് ഐഡന്റിഫിക്കേഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് SCM എന്ന് പറയുന്ന ഈ ഇതിന്റെ മെയിൻ ആക്ടിവിറ്റീസ്, കീ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ പറയാം. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു കാര്യം. ഇനി വേർഷൻ കൺട്രോൾ. വേർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് പല ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസും അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ഹാർഡ്വെയർസും നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ ആ വേർഷൻ കൺട്രോൾ, അതായത് വേർഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അതിനകത്ത് അപ്ഡേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ ആ ഒരു കാര്യം മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? ഈ SCM ആയിരിക്കും. പിന്നെ ചേഞ്ച് കൺട്രോൾ, കൺട്രോളിംഗ് ദ ചേഞ്ചസ് ടു സോഫ്റ്റ്വെയർ കമ്പോണന്റ്, അത്. പിന്നെന്താണ്? കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, പിന്നെന്താണ്? ബിൽഡ് മാനേജ്മെന്റ്, റിലീസ് മാനേജ്മെന്റ് ഒക്കെയാണ് ആരുടെ ഫങ്ഷൻസ് അല്ല ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് വരുന്നത്? ഐഡന്റിഫിക്കേഷൻ, വേർഷൻ കൺട്രോൾ, ചേഞ്ച് കൺട്രോൾ, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ബിൽഡ് മാനേജ്മെന്റ് ആൻഡ് റിലീസ് മാനേജ്മെന്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു SCM കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയായിരിക്കും? SCM ന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പ്രൊഡക്ടിവിറ്റിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, റെഡ്യൂസ്ഡ് എറേഴ്സ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് CM എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ് എന്നാണ് CM നെ നമ്മൾ പറയുന്നത്. എന്താ ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? SCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? SCM-നകത്ത് എന്താ പറയുന്നത്? SCM is a set of process and tools is used to manage changes to software components, ensuring consistency, reliability and reproductivity throughout the software life cycle. അപ്പൊ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഓക്കെ, കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരിക്കും. SCM എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് പ്രോസസ് ആൻഡ് ടൂൾസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജിങ് changes to software components, ensuring consistency, reliability, reproductivity throughout the software life cycle. അതാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഒന്നിനകത്ത് എന്താണ്? കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജ് ഇത് ചേഞ്ചസ് ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്നായിരിക്കും പറയുക. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു മാനേജ് ഇത് ചേഞ്ചസ് ഓഫ് എ സോഫ്റ്റ്വെയർ കമ്പോണന്റ്. പക്ഷേ SCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് എ സെറ്റ് ഓഫ് പ്രോസസ് ആൻഡ് ടൂൾസ് used to manage the software components എന്നായിരിക്കും പറയുക. ഓക്കെ, ഇപ്പം ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ഗോൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്?
ചേഞ്ചുകൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതും അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതും ക്വാളിറ്റിയും റിലയബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യാനും എറേഴ്സിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്തിന്റെയും ഗോൾസ്, നമ്മുടെ ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ഗോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ അതിന്റെ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസസ് ബിറ്റ്വീൻ SCM ആൻഡ് CM എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, SCMന്റെ CMന്റെ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. Software is easier to change than hardware and therefore changes faster. Even relatively small software systems developed by a single team can experience a significant rate of change, and in large systems such as telecommunication systems, the update activities can totally overwhelm manual configuration in management procedures. അപ്പം SCMന്റെ പറഞ്ഞു. ഇനി ഇത് SCM is potentially more automatable since all components of a software system are easily stored online. CM for physical systems is hampered by having handle objects that are not within reach the programmable controls. അപ്പം SCM എന്ന് പറയുന്നത് എന്താണ്, ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഓട്ടോമാറ്റിക് ആണ്. മറ്റേന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫിസിക്കലി ആണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ എവിടെ കണ്ടു, നമ്മൾ ആ ഡെഫിനേഷനകത്ത് നമ്മൾ കണ്ടില്ലായിരുന്നോ? അതിന്റെ രണ്ടിന്റെ ഡെഫിനേഷനകത്ത് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആ ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ഞാൻ ഡെഫിനേഷൻ പറയാം. ആദ്യം ഞാൻ SCMന്റെ ഡെഫിനേഷൻ പറയാവേ. SCM ഈസ് എ set of process. SCM is a set of process and tools used to manage changes to a software components comma ensuring consistency comma reliability throughout the software life cycle. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഞാൻ ഡെഫിനേഷൻ വായിക്കാം. SCM ഈസ് എ സെറ്റ് ഓഫ് പ്രോസസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ടു മാനേജ് ചേഞ്ചസ് ടു സോഫ്റ്റ്വെയർ കമ്പോണൻസ് എൻഷറിംഗ് കൺസിസ്റ്റൻസി റിലയബിലിറ്റി ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ. ഇനി നെക്സ്റ്റ് CMന്റെ ആണ്, കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ആണ് ഡെഫിനേഷൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. CM ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. CM ഈസ് എ systematic approach to managing changes to software components ensuring consistency reliability
throughout the software life cycle. Reliability throughout the software life cycle. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ SCM ആൻഡ് CM എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ ആണേലും എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്, ഒന്നെന്ന് പറയുന്നത് എന്താ ടൂൾസ്, ഓട്ടോമേറ്റബിൾ ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതും, ഒന്നെന്ന് പറയുന്നത് ഫിസിക്കലി നമ്മൾ ചെയ്യുന്നതുമായിരിക്കും. SCM എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ടൂൾസ് അല്ലെ ഓട്ടോമേറ്റബിൾ ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. CM-നകത്ത് നമ്മൾ ഫിസിക്കൽ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇവിടെ SCM-ന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ബേസിക് കമ്പോണൻസ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് SCM എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് SCM ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് കൺസെപ്റ്റ് ആൻഡ് ടെർമിനോളജീസ് ഇൻ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ടെർമിനോളജീസ് ആ പറഞ്ഞിരിക്കുന്നത്? റിവിഷൻ മാനേജ്മെന്റ് ഉണ്ട്, വേർഷൻ മാനേജ്മെന്റ് ഉണ്ട്, വർക്ക് ഫ്ലോ ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് ഉണ്ട്, ബിൽഡ് മാനേജ്മെന്റ് ഉണ്ട്, ചേഞ്ച് റിക്വസ്റ്റ് ഉണ്ട്, കോഡ് ആൻഡ് പ്രൊജക്ട് ഓഡിറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഓരോന്ന് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ റിവിഷൻ മാനേജ്മെന്റ്. അപ്പൊ എന്താ റിവിഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, this is the core function of software configuration management and the foundation upon with the other functions have been built. Revision management is the storage of multiple images of the development files in the application which can be shared multiple developers. With the revision management, one can get an image, either snapshot in time of the development process, and can recreate any files to where it was at any point in the time. അതായത് നമ്മൾ എന്താ ഓരോ ടൈമിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ എന്താ ഒരു സ്നാപ്ഷോട്ട്, ഓരോ ഇമേജുകൾ ആര് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, ഈ SCM-നകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ പിന്നീട് ഡെവലപ്മെന്റിന്റെ ടൈമിൽ എപ്പോഴെങ്കിലും നമുക്ക് അത് ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പുറകിലേക്ക്, അതായത് ഇതിന്റെ ഇമേജുകളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എന്തിനകത്ത് നടക്കുന്നത്, റിവിഷൻ മാനേജ്മെന്റിനകത്ത് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന വേർഷൻ മാനേജ്മെന്റ്. വേർഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈൽ റിവിഷൻ മാനേജ്മെന്റ് ഷോസ് ഡെവലപ്മെന്റ് ഫയൽസ് ഇൻ പ്രോഗ്രസ്, എ വേർഷൻ ഈസ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് ദി എൻറ്റയർ ഡെവലപ്മെന്റ് പ്രോസസ് to view checkpoints and approvals before content is posted. A good SCM solution must manage the progress of the project. A version is usually throughout of the all functions, features and complete builds you can use right now. Files managed, version labeled and promoted by the revision management system are used to build the version. Version management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എന്താ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആണ്, അത് എപ്പോഴും എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ വേർഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ളതായിരിക്കണം, ഈ വേർഷൻ മാനേജ്മെന്റ് അണ്ടറിൽ വരുന്നതായിരിക്കണം. നമുക്ക് അതിനകത്ത് പുതിയ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആയിരിക്കണം. ഇനി വർക്ക് ഫ്ലോ ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കണം, വർക്ക് ഫ്ലോ ആൻഡ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെ മാനേജ് ചെയ്യാന്നുള്ള, അതിന്റെ ആ ഒരു ഫ്ലോ മാനേജ് ചെയ്യുന്നതാണ് അതിനകത്ത് പറയുന്നത്. ആണ് ആസ് എ സോഫ്റ്റ്വെയർ ഓർ വെബ് കണ്ടന്റ് ഈസ് ഡെവലപ്ഡ്, ഇറ്റ് ഈസ് സെഡ് ടു go through a life cycle, whether formal or informal. Are there usually milestones in this life cycle such as development test, alpha, beta release for application, test and production for packaged application for websites, staging servers, reuse of code and content throughout the life cycle. This is many levels above the simple source code protection built into some development platform. Workflow and process management എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ വരുന്നത്, അതായത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്താണ് കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഫോർമലി ആകാം അല്ലെ ഇൻഫോർമലി ആകാം. അപ്പം അവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പുകൾ, അതിനെ പറ്റിയാണ് നമ്മൾ എവിടെ പറയുക, ഈ വർക്ക് ഫ്ലോ ആൻഡ് പ്രോസസ് മാനേജ്മെന്റിനകത്ത് നമ്മൾ പറയുന്നത്. ഇനി ബിൽഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലോ,
build management when the code files, compilers, development tools and other components needed to create an applications are ready. Developers make an application build management impose automated repeatable procedure that speed the build process, improve the build accuracy and make it easier to create and maintain multiple versions of the applications. അപ്പോൾ എന്താണ് ബിൽഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് സ്ട്രോങ് ക്രോസ് പ്ലാറ്റ്ഫോം ബിൽഡ് മാനേജ്മെന്റ് കേപ്പബിലിറ്റി ഓൾസോ എലിമിനേറ്റ് ദ നീഡ് ഓഫ് റീഡിഫൈൻ ആൻഡ് ബിൽഡ് പ്രോസസ് ഫോർ ഈച്ച് പ്ലാറ്റ്ഫോം ദാറ്റ് ബീങ് ടാർഗറ്റഡ്. അപ്പൊ ബിൽഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇവിടെ അതായത് പുതിയ വേർഷൻസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുമായിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി ചേഞ്ച് റിക്വസ്റ്റ് ആണ് വരുന്നത്. ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഡേയ്സ് ഓഫ് ക്രിയേറ്റിംഗ് സോഫ്റ്റ്വെയർ, സ്ട്രിംഗ് റാപ്പിംഗ് ഇറ്റ്, sealing it, working away are long gone. Today, the software undergoes the constant process of revision. Development teams can be overwhelmed with the many software change requests they receive. Everything from users wish to list a new business requirement, we must be accommodated. അപ്പൊ എന്തായിരിക്കണം? പുതിയ പുതിയ റിക്വയർമെന്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോഡ് ആൻഡ് പ്രൊജക്ട് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ കോഡിനകത്ത്, അതായത് നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇഷ്യൂസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള, റീചെക്ക് ചെയ്ത് നമ്മൾ അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് മാനേജ് ചെയ്യുക. അതാണ് ക്രോസ് പ്ലാറ്റ്ഫോം ഡെവലപ്മെന്റ് ഇൻട്രൊഡ്യൂസ് സ്പെഷ്യൽ പ്രോബ്ലംസ് ബിക്കോസ് ഇത് ഡേറ്റ ടു ബി audited may reside on multiple platforms. The best SCCM systems provide single point of access for auditing all development information. They also work across all kinds of development platform, operating system, network protocol and hardware platform and provide tailored clients within the developer's preferred development interface. എന്താ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ചെക്ക് ചെയ്യുക, ഒന്നും കൂടെ റീചെക്ക് ചെയ്യുക, അല്ലെ ഓഡിറ്റ് ചെയ്യുക. അതാണ് എന്തിനകത്ത് വരിക? കോഡ് ആൻഡ് പ്രൊജക്ട് ഓഡിറ്റിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റംസ്. എന്തൊക്കെയാ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റംസ് SCCA അത് വരിക? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഡോക്യുമെന്റേഷനും ഡേറ്റയും. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചാണ് കേട്ടോ. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനകത്ത് സോഴ്സ് കോഡ് വരും, അതായത് എക്സിക്യൂട്ടബിളും അല്ലാത്ത സോഴ്സ് കോഡ് വരും. പിന്നെ ഡോക്യുമെന്റേഷൻ, ടെക്നിക്കലും യൂസർ ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ ഡേറ്റാസ്, എക്സ്റ്റേണൽ ഡേറ്റാസും പ്രോഗ്രാംസിനകത്തുള്ള ഡേറ്റാസും അതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, അപ്പൊ ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ നെസസിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾ യൂസ് ചെയ്ത് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ്? കൺകറന്റ് ആക്സസ് വരുന്നുണ്ട്. പിന്നെന്താണ്? സ്റ്റേബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഉണ്ട്. സിസ്റ്റം അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഹാൻഡ്ലിംഗ് വേരിയൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? നമ്മുടെ SCCIയുടെ
എന്ത് നെസസിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെസസിറ്റി ഓഫ് കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്തെ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഒന്ന്, ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ട്, കൺകറന്റ് ആക്സസ് ഉണ്ട്, സ്റ്റേബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഉണ്ട്, സിസ്റ്റം അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ഉണ്ട്, ഹാൻഡ്ലിംഗ് വേരിയൻസ് ഉണ്ട്. ഇനി അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. SCMന്റെ ആക്ടിവിറ്റീസ്. അപ്പൊ SCMന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ ആണ്. കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? The configuration identification involves deciding which part of the system should be kept track of. അതാണ് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 ക്ലാസിഫിക്കേഷൻ ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കൺട്രോൾഡും ഉണ്ട്, സെക്കൻഡ് വൺ എന്താണ്? അൺകൺട്രോൾഡും ഉണ്ട്. അപ്പൊ കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Controlled objects are those which are already put under configuration control. One must follow some formal procedures to change them. Requirement specification document, design document, tools, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതായത് controlled object those which are already put under the configuration control ആയിരിക്കും. Uncontrolled എന്ന് പറഞ്ഞാലോ, uncontrolled objects that are not and will not be subject to configuration control. പിന്നെ കോൺഫിഗറേഷൻ കൺട്രോൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. കോൺഫിഗറേഷൻ കൺട്രോൾ എൻഷുർ ദാറ്റ് ചേഞ്ചസ് ടു എ സിസ്റ്റം ഹാപ്പൻ സ്മൂത്ത്ലി. This process of managing changes of controlled object, configuration control is the part of configuration management. അപ്പം കോൺഫിഗറേഷൻ കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അൺഓതറൈസ്ഡ് ചേഞ്ചസിനെ പ്രിവെന്റ് ചെയ്യുക, അതേപോലെ തന്നെ അല്ലോ only one person to resolve a module at a time. അതാണ് ഈ കോൺഫിഗറേഷൻ കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെ ഫംഗ്ഷൻസ്. അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെന്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു മൊഡ്യൂളിൽ അറ്റ് എ ടൈം ഒരു പേഴ്സണെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം ബേസ് ലൈൻ ആണ്. ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ വർക്ക് പ്രോഡക്റ്റ് ബിക്കം എ ബേസ് ലൈൻ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഈസ് റിവ്യൂഡ് ആൻഡ് അപ്രൂവ്ഡ്. എ ബേസ് ലൈൻ ഈസ് എ മൈൽസ്റ്റോൺ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് മാർക്ഡ് ബൈ ഡെലിവറി ഓഫ് വൺ ഓർ മോർ കോൺഫിഗറേഷൻ ഐറ്റംസ്. Once a baseline is established, each change request must be evaluated and verified the formal procedure before it is proceeded. ഇപ്പൊ ബേസ് ലൈൻ വർക്കിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കോൺഫിഗറേഷൻ സ്റ്റെപ്സ് ഓഫ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒന്ന്, എഞ്ചിനീയർ നീഡ് ടു ചേഞ്ച് ദ മൊഡ്യൂൾ ഫസ്റ്റ്. പിന്നെ എന്തായിരിക്കണം? ക്യാരീസ് ഔട്ട് ഇതിന്റെ കോപ്പി എല്ലാവർക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഓരോ മൊഡ്യൂളിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്ത്, അതായത് SCMന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, കോൺഫിഗറേഷൻ കൺട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ ബേസ് ലൈൻ ഉണ്ട്. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്ന് നമുക്ക് ഇത്രയും മതി. അപ്പൊ നെക്സ്റ്റ്